മുംബൈ ടീമിന് പ്ലേ ഓഫിൽ കയറില്ലെന്നത് ഉറപ്പാണ്. അതിനി അവർ എല്ലാ മാച്ചും ജയിക്കേണ്ടിയിരിക്കുന്നു. അതത്ര ഈസിയല്ല. നിലവിലെ മുംബൈയുടെ ഫോം അനുസരിച്ച് മുംബൈ ഇന്ത്യൻസ് IPL നിന്ന് പുറത്താണ്. ഇന്ന് ഡൽഹിയുമായിട്ടായിരുന്നു മുംബൈ ടീമിന്റെ അവസാന പ്രതീക്ഷ. എന്നാൽ ഡൽഹി ടീം 257 റൺസാണ് അടിച്ചു കൂട്ടിയത്. മുംബൈ ടീം നാണം കെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്കിലും അവർ അവസാനം വരെ പൊരുതിയാണ് കളി തോറ്റത്. ഇന്ന് കളി തോറ്റ ശേഷം നിത അംബാനി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ മാനേജ്മെന്റിനെ കാര്യങ്ങൾ പിടികിട്ടിയിരിക്കുകയാണ്. ഇന്ന് നിത അംബാനി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മുംബൈ ടീമിന് പ്ലേ ഓഫിൽ എത്തില്ലെന്നത് ഉറപ്പാണ്. ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീം തകർന്നിരിക്കുകയാണ്. പാണ്ഡ്യ ഞങ്ങളിനി ക്യാപ്റ്റൻ സ്ഥാനത്ത് വെക്കില്ല. ഈ ഒരു സീസൺ മുഴുവനായിട്ടും അവനെ ഞങ്ങൾ ക്യാപ്റ്റനാക്കും. പക്ഷേ അടുത്ത വർഷം രോഹിത് ശർമ്മയെ തന്നെ തിരിച്ച് ക്യാപ്റ്റനാക്കാനാണ് ഞങ്ങളുടെ പദ്ധതി. ഇല്ലെങ്കിൽ മുംബൈ ടീം എന്നേക്കുമായി തകരും. പാണ്ഡ്യയുടെ മേൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ അവനത് തകർത്തിരിക്കുകയാണ്. അവനെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. രോഹിത് ശർമ്മ തന്നെയാണ് മികച്ച ക്യാപ്റ്റൻ. അവനെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. അതുകൊണ്ട് ഈ സീസൺ കഴിഞ്ഞാൽ ഞങ്ങൾ അവനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും. അവനെ കൊണ്ട് ക്യാപ്റ്റൻസി ഏറ്റെടുപ്പിക്കും. പാണ്ഡ്യയെ ഞങ്ങൾക്കിനി ആവശ്യമില്ല. ഇന്നത്തെ മാച്ച് തോറ്റതിൽ നിരാശയുണ്ടെന്നും നിത അംബാനി വ്യക്തമാക്കി. ഒരുവിധം മുംബൈ ആരാധകർ ഇന്ന് കളി ജയിക്കുമെന്നായിരുന്നു കരുതിയത്. കാരണം അടിക്ക് തിരിച്ചടി മുംബൈ കൊടുത്തു. അവസാനം 10 റൺസിനാണ് മുംബൈ കളി തോറ്റത്. 247 റൺസ് മുംബൈ എടുക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ശരിക്കും ഇന്ന് മുംബൈ ടീമിൻ്റെ ഓപ്പണേഴ്സ് ഫോമായെങ്കിൽ ഈസി ആയിട്ട് ഇന്ന് അവർ കളി ജയിച്ചേനെ. വെറും 10 റൺസിന് തോറ്റപ്പോൾ ആരാധകർക്ക് വിഷമമായി. എങ്കിലും ഡൽഹി ടീമിൻ്റെ കളി ഇന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇതുപോലത്തെ കൂറ്റൻ ടാർഗറ്റ് അവർ എടുക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.